നമസ്കാരം, എല്ലാവർക്കും ക്രേസി ഫാക്ട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ IPL 2026 ഏറ്റവും മൂല്യമേറിയ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. കോടികളുടെ മഴ പെയ്ത ഈ താരങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ആരാണെന്ന് വീഡിയോയുടെ അവസാനം വരെ കണ്ടറിയൂ. ഈ ലിസ്റ്റിൽ 10ാം സ്ഥാനത്തുള്ളത് രാജസ്ഥാന്റെ വിശ്വസ്ത താരമായ യശസ്വി ജയ്സ്വാൾ ആണ്. 18 കോടിക്കാണ് താരത്തെ രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയിരിക്കുന്നത്. 10 മത്സരങ്ങളിൽ നിന്നായി 39 ശരാശരിയിൽ 332 റൺസാണ് താരത്തിന്റെ സമ്പാദ്യം. ഇതിൽ 3 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു. അടുത്തതായുള്ളത് അഫ്ഗാനിസ്ഥാന്റെ സ്പിൻ മെഷീനായ റഷീദ് ഖാൻ ആണ്. ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയാണ് താരം കളിക്കുന്നത്. 18 കോടിക്കാണ് ഗുജറാത്ത് താരത്തെ നിലനിർത്തിയത്. താരം 10 മത്സരങ്ങളിൽ നിന്നായി 8.27 എക്കോണമിയോടെ 11 വിക്കറ്റുകളാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അടുത്തതായുള്ളത് നമ്മുടെ സ്വന്തം ബുംറയാണ്. 18 കോടിക്കാണ് മുംബൈ ഇന്ത്യൻസ് താരത്തെ നിലനിർത്തിയത്. എന്നാൽ താരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം സീസണാണ് ഇത്. താരത്തിന് 10 മത്സരങ്ങളിൽ നിന്നായി ആകെ 3 വിക്കറ്റുകൾ മാത്രമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. എങ്കിലും താരം ശക്തമായി തന്നെ തിരിച്ചുവരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അടുത്തതായുള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മലയാളികളുടെ അഭിമാന താരമായ നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ആണ്. IPL 2026 മുന്നോടിയായി ട്രേഡ് ഡീലിലൂടെയാണ് താരം രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയത്. 18 കോടിക്കായിരുന്നു ഡീൽ. സഞ്ജു ഇപ്പോൾ മിന്നും ഫോമിലാണ്. 10 മത്സരങ്ങളിൽ നിന്നായി 57.43 ശരാശരിയിൽ 402 റൺസാണ് താരത്തിന്റെ സമ്പാദ്യം. ഇതിൽ 2 സെഞ്ചുറികളും ഉൾപ്പെടുന്നു. അടുത്തതായുള്ളത് ക്രിക്കറ്റിലെ രാജാവെന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യയുടെ അഭിമാന താരമായ വിരാട് കോഹ്ലിയാണ്. നല്ല കൺസിസ്റ്റൻസിയോടെയാണ് കോഹ്ലി ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നത്. വിമർശകരുടെ വായ അടപ്പിക്കാൻ കോഹ്ലിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 21 കോടിക്കാണ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു താരത്തെ നിലനിർത്തിയിരിക്കുന്നത്. 9 മത്സരങ്ങളിൽ നിന്നായി 379 റൺസാണ് താരത്തിന്റെ സമ്പാദ്യം. 54 താരത്തിന്റെ ബാറ്റിംഗ് ശരാശരി. 165 സ്ട്രൈക്ക് റേറ്റോടെയാണ് താരം ബാറ്റ് ചെയ്യുന്നത്. ഇതിൽ 3 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു. അടുത്തതായുള്ളത് വെസ്റ്റ് ഇൻഡീസ് താരമായ നിക്കോളാസ് പൂറാൻ ആണ്. ലക്നൗ സൂപ്പർ ജയന്റ്സിന് വേണ്ടിയാണ് താരം കളിക്കുന്നത്. കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം വളരെ മോശം പ്രകടനമാണ് ലക്നൌവിന് വേണ്ടി താരം കാഴ്ചവെക്കുന്നത്. 21 കോടിക്കാണ് താരത്തെ നിലനിർത്തിയതെങ്കിലും ആകെ 9 മത്സരങ്ങളിൽ നിന്നായി 145 റൺസ് മാത്രമാണ് താരത്തിന് നേടാനായത്. 16 താരത്തിന്റെ ശരാശരി. 4ാം സ്ഥാനത്തുള്ളത് സൗത്ത് ആഫ്രിക്കൻ താരമായ ഹൈൻറിച്ച് ക്ലാസൻ ആണ്. വളരെ മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെക്കുന്നത്. 10 മത്സരങ്ങളിൽ നിന്നായി 57 ശരാശരിയിൽ 463 റൺസാണ് താരം നേടിയത്. സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടിയാണ് താരം കളിക്കുന്നത്. 23 കോടിക്കാണ് ഹൈദരാബാദ് താരത്തെ നിലനിർത്തിയത്. ഇനി നമുക്ക് 3ാം സ്ഥാനത്തുള്ള താരം ആരാണെന്ന് നോക്കാം. ഓസ്ട്രേലിയയുടെ വെടിക്കെട്ട് താരമായ കാമറോൺ ഗ്രീൻ ആണ് 3ാം സ്ഥാനത്തുള്ളത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടിയാണ് താരം കളിക്കുന്നത്. ഏറ്റവും വിലപിടിപ്പുള്ള വിദേശ താരവും ഗ്രീൻ തന്നെയാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റും ഈ ഭീമമായ തുകയും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡിന്റെ ചില നിർദ്ദേശങ്ങളും വലിയ വിവാദമായിരുന്നു. താരത്തെ വിളിച്ചത് 25.20 കോടിക്കാണെങ്കിലും വെറും ആവറേജ് പ്രകടനം മാത്രമാണ് താരം കാഴ്ചവെക്കുന്നത്. 9 മത്സരങ്ങളിൽ നിന്നായി 222 റൺസും 4 വിക്കറ്റുകളുമാണ് താരത്തിന്റെ സമ്പാദ്യം. താരത്തിന്റെ സാലറി ചൊല്ലിയുള്ള തർക്കം ഇപ്പോഴും നടക്കുന്നുണ്ട്. 18 കോടി മാത്രമേ താരത്തിന് ലഭിക്കുകയുള്ളൂ. ബാക്കി വരുന്ന തുക BCCI ടാക്സായി എടുക്കുമെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇനി നമുക്ക് 2ാം സ്ഥാനത്തുള്ള താരം ആരാണെന്ന് നോക്കാം. അത് മറ്റാരുമല്ല, പഞ്ചാബിന്റെ നായകനായ സർപഞ്ച് എന്ന് വിളിക്കപ്പെടുന്ന ശ്രേയസ് അയ്യർ ആണ്. ലേലത്തിൽ വിളിച്ച ഭീമമായ തുകയെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരേയൊരു താരം ഇദ്ദേഹമാണ്. 26.75 കോടിക്കാണ് പഞ്ചാബ് കിങ്സ് താരത്തെ വിളിച്ചെടുത്തത്. 10 മത്സരങ്ങളിൽ നിന്നായി 333 റൺസാണ് താരത്തിന്റെ സമ്പാദ്യം. പഞ്ചാബ് മുടക്കിയ പൈസ വസൂലായി എന്ന് തന്നെ പറയാം. ഇനി ഈ ലിസ്റ്റിൽ 1ാം സ്ഥാനത്തുള്ള താരം ആരാണെന്ന് നോക്കാം. 27 കോടിക്കാണ് താരത്തെ ലക്നൗ സൂപ്പർ ജയന്റ്സ് വിളിച്ചെടുത്തത്. ഈ ലിസ്റ്റിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരവും ഇദ്ദേഹമാണ്. എന്നാൽ കൊടുത്ത പൈസയ്ക്കൊത്ത പ്രകടനം ഇദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഋഷഭ് പാന്റ് ആണ് 1ാം സ്ഥാനത്തുള്ളത്. വളരെ മോശം പ്രകടനമാണ് താരം കാഴ്ചവെക്കുന്നത്. വാവ എന്നാണ് വിമർശകർ ഇദ്ദേഹത്തെ കളിയാക്കുന്നത്. 10 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 205 റൺസ് മാത്രമാണ് താരത്തിന് നേടാനായത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് ഇതുപോലത്തെ ഏതെങ്കിലും രസകരമായ കാര്യത്തെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ.